ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഞാൻ എൻ്റെ കിച്ചണിലോട്ട് വാങ്ങിയ കുറച്ച് പുതിയ സാധനങ്ങളാണ്. അപ്പോൾ ഇത് അൺബോക്സിംഗ് ആണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഞാൻ അൺബോക്സ് ചെയ്യുന്നത് AMCയുടെ കുക്ക് വെയർ ആണ്. അപ്പോൾ നിങ്ങൾ തബ്നീൽ കണ്ടപ്പോൾ തന്നെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു 38,000 രൂപയ്ക്ക് ഒരു കുക്ക് വെയറിൻ്റെ വാങ്ങിയ വിവരം. അപ്പോൾ എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും ഇത്രയും റേറ്റ് കൊടുത്തിട്ട് എന്ത് പാത്രങ്ങളാണ് വാങ്ങിയതെന്ന്. അപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും AMCയുടെ കുക്ക് വെയറിന് കുറച്ച് റേറ്റ് കൂടുതലാണെന്നുള്ളത്. ആ റേറ്റ് കൊടുക്കുന്നതിനുള്ള മുതലും ഉണ്ട് കേട്ടോ. അത് കാരണം എന്ന് വെച്ചാൽ ഇത് നമുക്ക് ലൈഫ് ലോങ് വാറൻറ്റിയാണ്. കാരണം കൂടുതൽ കാലം ഈട് നിൽക്കും. ഇപ്പോൾ നമ്മളൊരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു കുക്ക് വെയർ വാങ്ങുകയാണെങ്കിൽ എന്തായാലും ഒരു 2-3 വർഷം കൊണ്ട് അതിൻ്റെ കോട്ടിങ് ഇളകി പോരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്കത് പുറത്തേക്ക് ആർക്കെങ്കിലും കൊടുക്കാനോ അക്രിയിൽ കൊണ്ടുപോയി വിൽക്കാനൊക്കെ പറ്റുള്ളൂ. പിന്നെ അത് മാത്രമല്ല അത് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ദോഷഫലങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇത് AMCയുടെ ഒരു തവയാണ്. ഇതൊക്കെ ഹൈ ക്വാളിറ്റി സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഇൻഡക്ഷൻ കുക്കറിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഗ്യാസിൽ എന്തായാലും യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നല്ല വെയിറ്റാണിത്. ലോങ് ലൈഫായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തവയാണ്. എത്ര കാലം കഴിഞ്ഞാലും ഇത് ഇതുപോലെ തന്നെ ഉണ്ടാവും. നമുക്ക് ലൈഫ് ലോങ് വാറൻറ്റിയാണ്. അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് ഉപയോഗിച്ചിടത്തോളം എല്ലാവരും പറയുന്നത് ഒന്നും കംപ്ലൈൻ്റ് ആവുന്നില്ല എന്നാണ്. പിന്നെ രണ്ടാമതായിട്ട് ഇതിൽ വരുന്നത് നമ്മുടെ ഒരു കുക്കറിൻ്റെ ഒരു ലിഡാണ്. അപ്പോൾ ഇത് നമുക്ക് 20 cm വലിപ്പമുള്ള കുക്ക് വെയറിന് നമുക്കിത് സൂട്ടാവും. അപ്പോൾ നമുക്ക് ആ പാത്രങ്ങൾ നമുക്ക് കുക്കറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ ലിഡ് അങ്ങനത്തെ ഒരു ലിഡാണ്. നമ്മൾ ഫാസ്റ്റ് കുക്കിംഗ് ചെയ്യാനുള്ള ഒരു ലിഡാണ്. അതിനുള്ളതെല്ലാം ഇതിലുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കുക്കിംഗ് വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് പറഞ്ഞു തരാം. അപ്പോൾ അങ്ങനത്തെ ഒരു ലിഡും കിട്ടിയിട്ടുണ്ട് ഈ ഒരു പാക്കേജിൽ. പിന്നെ വരുന്നത് നമുക്ക് ഇതിൽ വരുന്നത് ഒരു നൈഫ് സെറ്റാണ് കേട്ടോ. 5 കളർഫുൾ നൈഫുകളാണ് ഇതിലുള്ളത്. ഒക്കെ സെറാമിക്കിൻ്റെ നൈഫുകളാണ്. നല്ല മൂർച്ചയുണ്ട് ഇതിന്. അപ്പോൾ നല്ല അടിപൊളി നൈഫാണ് കേട്ടോ. നല്ല എന്ത് മുറിച്ചാലും പെട്ടെന്ന് മുറിയുന്നൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ കുക്കിംഗ് വീഡിയോസിൽ പറയാം. ഇനി നമുക്ക് അടുത്തത് അപ്പോൾ നല്ല കാണാനൊക്കെ നല്ല മൊഞ്ചുള്ള കത്തി കേട്ടോ. അപ്പോൾ AMCയുടെ നൈഫ് തന്നെയാണിത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് എടുത്ത് വെക്കാം. ഇനി നമുക്ക് AMCയുടെ കുക്ക് വെയർ ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഈ ഒരു പാക്കേജിൽ വരുന്നത് 2 AMCയുടെ കുക്ക് വെയർ ആണ്. 2 ചെറുതാണ്, 20 cm വലിപ്പമുള്ള 2 കുക്ക് വെയർ ആണ്. ഒന്ന് സൂപ്പർ ഹൈയും ഒന്ന് ലോ ആയിട്ടുള്ളതുമാണ്. അപ്പോൾ ഇത് ലോ ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിന് കറക്റ്റ് ലിഡും വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആദ്യം കണ്ടല്ലോ കുക്കറിൻ്റെ ലിഡ്, അത് ഇതിൽ ഘടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് കുക്കറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു കുക്കറും കൂടി കിട്ടിയ പോലെ തന്നെയാണ് ഉള്ളത്. പിന്നെ ഇതാണ് കേട്ടോ, ഇത് നല്ല വെയിറ്റാണ്. നല്ല ഹൈ ക്വാളിറ്റി സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ ലൈഫ് ലോങ് ഈട് നിൽക്കുന്ന പാത്രമാണ്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ. പിന്നെ ഇതിൽ ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ചൂടൊന്നും പെട്ടെന്ന് പോവില്ല കേട്ടോ. ഒരു 3-4 മണിക്കൂറിന് ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേറൊരു ഫുഡ് വാർമറിൻ്റെ ആവശ്യമില്ല. ഇനി അടുത്തതായിട്ട് വേറെ ഒരു AMCയുടെ കുക്ക് വെയറും കൂടി ഉണ്ടായിരുന്നല്ലോ, സൂപ്പർ ഹൈ. ഇത് കുറച്ച് ഹൈറ്റ് കൂടിയിട്ടുള്ളതാണ്. പക്ഷേ 20 cm തന്നെയാണ് കേട്ടോ. രണ്ടിലും ഒരേ കാര്യം തന്നെ കൊള്ളുക. പക്ഷേ ഇത് കുറച്ചൊരു ഹൈറ്റ് കൂടുതൽ ഉണ്ടെന്ന് മാത്രം. അപ്പോൾ വീതി കുറച്ച് കുറവാണ്. ആ ഒരു ലെവലിലുള്ള 2 കുക്ക് വെയറാണ്. അപ്പോൾ ഇതും കൂടി നമ്മൾ നോക്കാം. നമുക്ക് സാധാരണയായിട്ട് യൂസ് ചെയ്യാനുള്ള 2 കുക്ക് വെയറാണ് ഞാനിപ്പോൾ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തായാലും വലിയ പാത്രം വേണ്ടി വരില്ല. അത് പിന്നെ എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് സാധാരണയായിട്ട് എപ്പോഴും യൂസ് ചെയ്യാവുന്ന പാത്രങ്ങൾ നന്നായിക്കോട്ടെ വിചാരിച്ചിട്ട് ഓർഡർ ചെയ്തതാണ്. പിന്നെ ഇത് നമുക്ക് ഇൻഡക്ഷൻ കുക്കറിലും ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ എനിക്ക് ഈസിയാണ്. ഞാൻ എല്ലാം പിന്നെ ഇൻഡക്ഷൻ കുക്കറിലാണ് വെക്കാറുള്ളത്, സോളാർ പാനലുള്ളത് കൊണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ കുക്കറിൻ്റെ ലിഡ് അതിൽ ഇങ്ങനെ വെച്ചാൽ നമുക്കിത് കുക്കറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നല്ല ഇതായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ബീഫും പിന്നെ മട്ടനൊക്കെ വേവും ചെയ്യും. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് സാധാരണ ഒരു കുക്ക് വെയർ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് കിച്ചണിൽ എല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ഒരു നൈഫ് ഷാർപ്പനറാണ്. അപ്പോൾ ഇത് AMCയുടേതല്ല, അത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷെ ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് നന്നായിട്ട് തോന്നി. 3 ടൈപ്പ് ഓഫ് നൈഫ് നമുക്കിതിൽ ഷാർപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് ഫൈനായിട്ടുള്ളതും കോഴ്സായിട്ടുള്ളതും അതേപോലെ സെറാമിക്. അതായത് നമ്മൾ AMCയുടെ കുക്ക് വെയർ AMCയുടെ നൈഫൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സെറാമിക്കാണ്. അപ്പോൾ അതിനുള്ള ഫങ്ഷനും ഇതിൽ വരുന്നുണ്ട്. ഫസ്റ്റ് വരുന്നത് സെറാമിക്കാണ്, രണ്ടാമത് വരുന്നത് കോഴ്സ്, പിന്നെ ഏറ്റവും അറ്റത്ത് വരുന്നത് ഫൈനായിട്ടുള്ള
നൈഫുകൾ ഷാർപ്പ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇത് AMCയുടെ നൈഫാണ്. അപ്പോൾ അത് സെറാമിക്കിൻ്റെ ആ ഭാഗത്തിട്ട് ഷാർപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ AMCയുടെ കുക്ക് വെയർ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്, ഈ സെറ്റ്. അപ്പോൾ അതിൽ നൈഫിൻ്റെ അത് അതിൽ പെടില്ല കേട്ടോ, നൈഫ് ഷാർപ്പനർ അത് വേറെ വാങ്ങിയതാണ്. അപ്പോൾ ഇത് നല്ല ഒരു കുക്ക് വെയറാണ്. അപ്പോൾ ഇത്രയും റേറ്റ് കൊടുക്കുന്നതിന് നല്ല കാര്യമുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കും ഇത്രയും റേറ്റ് കൊടുക്കുന്നുണ്ടല്ലോ എന്നുള്ളത്, പക്ഷേ ഇത് ലൈഫ് ലോങ് വാറണ്ടിയാണ്. കാരണം ഇത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നമുക്ക് കുറേ കാലം ഇത് ഈട് നിൽക്കുന്നുള്ളത്. അത്രയ്ക്ക് ക്വാളിറ്റിയുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഈ കാല യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ഒരു കുക്ക് വെയർ ഉണ്ടെങ്കിൽ വേറെ ഒരു പാത്രത്തിനെ പറ്റി നമുക്ക് ആലോചിക്കുകയേ വേണ്ട കേട്ടോ. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ഞാൻ പിന്നീട് പറയാം. പിന്നീട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ഓണിയൻ പൊട്ടാറ്റോ ഒക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു ടിന്നാണ്. നമ്മൾ സാധാരണയായിട്ട് ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ഒരു സ്റ്റാൻഡിലാണ്. നമ്മൾ ഉള്ളി സ്റ്റാൻഡ് എന്നൊക്കെ പറയുമല്ലോ വാങ്ങുമ്പോൾ, പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റീലിൻ്റെ ഒക്കെ കിട്ടുന്നുണ്ട്. അതുപോലുള്ള സ്റ്റാൻഡിലാണ് നമ്മൾ സാധാരണയായിട്ട് എല്ലാവരും യൂസ് ചെയ്യാറ്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഇത് കണ്ടപ്പോഴാണ് എനിക്ക് ഇതിന്മേൽ ഭയങ്കര നല്ലൊരു ആഗ്രഹം തോന്നിയത്. അപ്പോൾ അങ്ങനത്തെ ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അനിയൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അവരിത് കണ്ടിട്ട് ഞാനും ഓർഡർ ചെയ്തതായിരുന്നു. അപ്പോൾ ഇതിൽ ഉള്ളിയും പൊട്ടാറ്റോ ഒന്നും വെച്ചിട്ട് കംപ്ലൈൻ്റ് ഒന്നും ആവുന്നില്ല. ഞാൻ ഇതിലിട്ടിട്ട് കബോർഡിലാണ് സൂക്ഷിക്കുന്നത്. ഇപ്പോൾ ഒന്നും ആവുന്നില്ല കേട്ടോ. ചിലപ്പോൾ കബോർഡിലൊക്കെ വെക്കുമ്പോൾ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും ഉള്ളി കംപ്ലൈൻ്റ് ആവുമോ എന്നുള്ളതൊക്കെ. പക്ഷെ ഒന്നും ആവുന്നില്ല. ഞാനിപ്പോൾ ഏകദേശം ഒരു മാസം പോലെയായി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴും ഇത് വരെ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. അതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കെല്ലാം ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് പറയാമെന്ന് വെച്ചു. കാരണം നമുക്കൊന്നും അറിയാതെ പറഞ്ഞിട്ട് എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് നമുക്ക് കുറച്ചൊരു മാസം യൂസ് ചെയ്തിട്ട് പറയാമെന്ന് വെച്ചു. അപ്പോൾ അത് അൺബോക്സ് ചെയ്ത ടൈമിൽ എടുത്ത വീഡിയോ ആണ് ഇതിൽ ഇട്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു മാസമായി തുടങ്ങി. അപ്പോൾ നമുക്കിത് ഇത് ഒന്ന് ചെറുതാണ്, ഇത് ഉള്ളിടാനുള്ളത്. ഇനി ഇതിൻ്റെ കുറച്ച് വലുതുണ്ട്, അതും കൂടി നമുക്കൊന്ന് കാണാം. ഇതാണ് അതിൻ്റെ വലുത്. അപ്പോൾ ഇതിൽ പൊട്ടാറ്റോ എന്നാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഞാൻ ചെറുതിലാണ് പൊട്ടാറ്റോ ഇടുന്നത്. ഇതിൽ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് വലിയ ഉള്ളിയാണല്ലോ, സവാളയാണല്ലോ വേണ്ടത്. അപ്പോൾ ഞാൻ സവാള ഇടാനാണ് ഈ വലുത് ഉപയോഗിക്കുന്നത്. ചെറുതിലൊന്ന് പൊട്ടാറ്റയും ഒന്നിൽ വെളുത്തുള്ളി ഒന്നിൽ ഇഞ്ചി അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു 4 വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒന്ന് വലുതും അതേപോലെ 3 ചെറുതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കിച്ചൺ കബോർഡിലാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇതുപോലെ കിച്ചൺ കബോർഡിൻ്റെ ഉള്ളിലാണ് ഞാനിത് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ കിച്ചൺ കബോർഡ് അടച്ച് വെച്ചിട്ട് തന്നെയാണ് ഞാൻ വെക്കാറുള്ളത്. എന്നാലും ഇതിൻ്റെ ഉള്ളിലുള്ള ഉള്ളിയോ ഉരുളക്കിഴങ്ങോ അതുപോലെ വെളുത്തുള്ളിയോ ഒന്നും കേടായിട്ടില്ല ഇതുവരേക്കും. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. ഇതിൽ ഞാനിപ്പോൾ 15 ദിവസം മുമ്പ് വാങ്ങിച്ച ഇഞ്ചിയാണ്, ഒന്നും കേടായിട്ടില്ല. അതുപോലെ തന്നെ പൊട്ടാറ്റോ 1.5 കിലോ വാങ്ങിച്ചിട്ടതായിരുന്നു. 3 ബാക്കിയുണ്ടാകും. 3നും ഒരു കംപ്ലൈൻറ്റും ഇല്ല കേട്ടോ. പിന്നെ അതുപോലെ ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഒന്നും കേടായിട്ടില്ല. അപ്പോൾ ഈ ഉള്ളി സ്റ്റാൻഡിൽ വെച്ചാൽ എനിക്ക് ഇതിലേറെ കേടാവാറുണ്ട്. ഇതിൽ വെച്ചിട്ട് അങ്ങനെ ഒന്നും കേടായിട്ട് ഇതുവരേക്കും ആയിട്ടില്ല. ഏകദേശം ഒരു മാസത്തോളമായി ഞാനിതിൽ വെച്ചിട്ട് ഇങ്ങനെ ഇതിൽ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ അടച്ച് വെക്കാറാണ് ഉള്ളത്. ഇതുവരേക്കും ഒന്നും കേടായിട്ടില്ല. ഇനി അടുത്തതായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു സ്റ്റാൻഡാണ്. സ്റ്റാൻഡ് മാത്രമല്ല, ഇതിൽ 10 ചെറിയ ടിൻസും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഇതിൻ്റെ അടപ്പിൽ ഇതുപോലെ ഒരു സ്ലൈഡിങ് ഇതുണ്ട്. അത് സ്ലൈഡ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. ഇതുപോലെ സ്ലൈഡ് ആക്കുകയാണെങ്കിൽ ഒരു ഹോൾസ് ഉണ്ട്. ഇതിലൂടെ നമുക്ക് കടുക്, ഉലുവ, അതുപോലെ കുരുമുളക് പൊടി, ജീരകപ്പൊടി, അതുപോലെ ഗരം മസാല പൗഡറൊക്കെ ഞാൻ ഇതിലാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് വേറെ അതിൻ്റെ ഉള്ളിലൊരു സ്പൂൺ ഇടുന്ന ആവശ്യമോ നമുക്കിത് എടുക്കാനായിട്ട് അതിൻ്റെ അടപ്പ് തുറക്കുന്നൊരു ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് നല്ല ഈസിയാണ്. അപ്പോൾ എനിക്ക് നല്ല സുഖമായിട്ട് തോന്നിയ ഒരു ഇതാണ് കേട്ടോ അത്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു സ്റ്റാൻഡാണ്. അത് നല്ലൊരു യൂസ്ഫുള്ളായിട്ട് തോന്നി. ഈ സ്റ്റാൻഡ് വേറെ, ഈ ബോട്ടിൽസ് വേറെയാണ് കേട്ടോ വാങ്ങുന്നത്. ഈ ബോട്ടിൽ ഗ്ലാസ് ബോട്ടിലാണ്. അപ്പോൾ ഇത് ഞാൻ കോക്കനട്ട് ഓയിലാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ മുകളിലൊരു കോർണറായിട്ടുള്ള ഭാഗമുള്ളത് കൊണ്ട് ഓയിൽ നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് വരുള്ളൂ. പിന്നെ ഇതിൽ ഒരു സ്പൂണുള്ള ഒരു ബോട്ടിലാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഒലിവ് ഓയിലാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് ആവശ്യത്തിന് നമുക്ക് ആ സ്പൂൺ കൊണ്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ബോട്ടിലിൽ ഞാൻ ഗീയാണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ ബ്രഷാണ്. അപ്പോൾ നമുക്ക് ദോശയൊക്കെ ചുടുന്ന സമയത്ത് തേക്കാനും നെയ് റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നല്ല സുഖമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം അങ്ങനെ എടുത്താൽ മതി. ആ സ്പൂണുള്ള ബോട്ടിലും അങ്ങനെ തന്നെ മുകൾ ഭാഗം തുറന്നാൽ മതി. നല്ല സുഖമാണ്. പിന്നെ അതിന് മുകളിലായിട്ട് ഞാൻ വെച്ചിട്ടുള്ളത് പഞ്ചസാരയും അതുപോലെ ടീ പൗഡറും കോഫി പൗഡറും ഒക്കെയാണ്. പിന്നെ മിൽക്ക് പൗഡറും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് ഉള്ളത് കൊണ്ട് നമുക്ക് എവിടെയൊക്കെ ആവശ്യം വെച്ചാൽ അവിടേക്കൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. നല്ല സുഖം. പണി കഴിഞ്ഞാൽ ഇങ്ങോട്ട് നീക്കി വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുമായി പരിചയപ്പെടുത്താൻ ഞാൻ ഇന്ന് വിചാരിച്ച പ്രോഡക്റ്റുകൾ.
അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. ഇതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.